RRBയിൽ ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള അപ്ഡേറ്റുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. RRB JEE എക്സാമിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് പലപ്പോഴും പല വീഡിയോസിൻ്റെ തായും കമൻറ്റ്സ് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ RRBയുടെ ഡേറ്റ് ചേഞ്ചിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശരിയാണ്, RRBയുടെ എക്സാംസിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ടു എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. അതായത് RRB എക്സാംസിന് വേണ്ടി നമ്മൾ പഠിച്ചു തുടങ്ങിയ സമയത്ത് RRB എക്സാംസിൻ്റെ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് റിവൈസ് ചെയ്തു, വീണ്ടും റിവൈസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നിങ്ങൾ വളരെ സിൻസിയറായിട്ട് എഫക്റ്റീവായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ന്യൂസുകൾ ചിലപ്പോൾ മിസ്സായി പോകും. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്താൻ ഈ ഒരു എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസുകൾ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി എന്താണ് നമുക്ക് ഈ RRB എക്സാംസിൽ വന്നിരിക്കുന്ന ചേഞ്ച് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ രണ്ട് നോട്ടീസുകളാണ് എടുക്കുന്നത്. ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ്. അതായത് നവംബർ 21 വന്നിട്ടുള്ള നോട്ടീസാണ്. നവംബർ 21 വന്ന നോട്ടീസാണ് ഇത്. നവംബർ 1 വന്ന നോട്ടീസാണ്. ഞാൻ ഓൾറെഡി ഇതിനെ ബേസ് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ചാനലിൽ തന്നെ. അതായത് റെയിൽവേ എക്സാംസ് JEE എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് 13-ാം തീയതി, അതേപോലെ 16-ാം തീയതി, 17-ാം തീയതി, 3 ഡേറ്റുകളാണ് പറഞ്ഞത്. 13, 16, 17 ഇങ്ങനെയുള്ള ഈ 3 ഡേറ്റിൽ എക്സാം കണ്ടക്ട് ചെയ്യും എന്നായിരുന്നു റെയിൽവേ നേരത്തെ നൽകിയ നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ 21-ാം തീയതി, നവംബർ 21-ാം തീയതി റെയിൽവേ എന്ത് ചെയ്തു? വീണ്ടും ഒരു നോട്ടീസ് പബ്ലിഷ് ചെയ്തു. ആ നോട്ടീസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് JEE എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് 16, 17, 18 തീയതികളിലേക്ക്. 16, 17, 18 തീയതികളിലേക്ക്. അതായത് 13-ാം തീയതി കണ്ടക്ട് ചെയ്യേണ്ട എക്സാം എന്ന് പറയുന്നത് അത് 16-ാം തീയതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13, 14, 15 3 ദിവസങ്ങൾ കൂടി നിങ്ങൾക്ക് എക്സ്ട്രാ പഠിക്കാൻ വേണ്ടി ലഭിക്കുന്നു എന്ന് വേണം. അല്ലെങ്കിൽ 3 ദിവസം എക്സാം മാറിയിട്ടുണ്ട് എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. സോ ഈ 3 ദിവസം നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷനിൽ എന്തെങ്കിലും കാതലായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. ഈ 3 ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റും, കൂടുതൽ സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ ആ രീതിയിലേക്ക് കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. എക്സാംസിന് നമുക്ക് എക്സ്ട്രാ ഒരു ദിവസം കിട്ടുകയാണെങ്കിൽ ആ ഒരു ദിവസം പോലും കൃത്യമായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അത്രയും കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാമിനേഷൻ ആണ്. ഒരിക്കലും ടെൻഷൻ ഒന്നും അടിച്ച് എക്സാം പ്രിപ്പറേഷൻ നിങ്ങൾ നടത്തരുത്. തീർച്ചയായിട്ടും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പഠിച്ച സബ്ജക്റ്റിൽ ഇതുവരെ നിങ്ങൾ നേടിയെടുത്ത നോളജാണ് അന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എക്സാമിൻ്റെ അന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഇത് നിങ്ങൾ ഇതുവരെ പഠിച്ച കഴിഞ്ഞ മാസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഹാർഡ് വർക്കാണ് നിങ്ങൾ ആ എക്സാം സെൻറ്ററിൽ നിങ്ങൾ കാണിക്കേണ്ടത്. കൃത്യമായിട്ടുള്ള നിങ്ങളുടെ നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കണം ആ എക്സാമിൽ വരേണ്ടത്. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെൻഷനൊന്നും ഇല്ലാണ്ട് ഉഷാറാക്കി എഴുതാൻ പറ്റണം. സോ ഇതുപോലുള്ള അപ്ഡേറ്റ്സുകൾ മിസ്സായി പോകാതിരിക്കണമെങ്കിൽ എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.